അപ്പം മധ്യമരജു എന്ന് പറഞ്ഞ ഒരു ദോഷത്തിനെ മനുഷ്യനെ പറ്റിക്കാനും പേടിപ്പിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമല്ലാതെ മധ്യമരജുവിൽ വിവാഹിതരായാൽ സന്താനങ്ങൾ ഉണ്ടാകത്തില്ല. മധ്യമരജു ഈ ജാതകം നോക്കുന്ന സമയത്ത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു സംഭവമാണ് മധ്യമരജു എന്താണെന്ന്. സാധാരണപ്പെട്ടവർക്കൊന്നും അറിയില്ല. എന്താണ് മധ്യമരജു? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഒരു വലിയ സംഭവമാണെന്ന് എല്ലാവരും അങ്ങ് ധരിച്ചിരിക്കുകയാണ് മധ്യമരജു. യഥാർത്ഥത്തിൽ മധ്യമരജു നോക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-30 വർഷത്തിന് ഇപ്പുറമാണ്. അതിനു മുമ്പേ ഈ മധ്യമരജു ആരും അറിഞ്ഞിരുന്നില്ല. യഥാർത്ഥത്തിൽ കല്യാണം തന്നെ പണ്ടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് സ്വയംവരം, അങ്ങനെയൊക്കെയുള്ള വിവാഹം നടന്നിരുന്ന കാലമാണ് അല്ലേ? ഗാന്ധർവ വിവാഹം. അപ്പൊ ആരെങ്കിലും മധ്യമരജുവോ മറ്റ് നക്ഷത്രപരുത്തോ എന്തെങ്കിലും നോക്കിയിരുന്നോ? ഇല്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്ന് വേർപെട്ട് നമുക്കിപ്പോ എന്തായാലും നക്ഷത്രപൊരുത്തത്തിലേക്ക് വന്നു തുടങ്ങി. ഈ സമയത്ത് ഇതൊരു വലിയ സംഭവമായിട്ട് അങ്ങ് മധ്യമരജു മാറ്റി. അതായത് ഒരു 9 നക്ഷത്രം, അതായത് ശുക്രന്റെയും ചൊവ്വയുടെയും ശനിയുടെയും നക്ഷത്രങ്ങളാണ് ഈ മധ്യമരജുവിൻ്റെ നക്ഷത്രങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. ശനിയുടെയും ചൊവ്വയുടെയും നക്ഷത്രങ്ങൾക്ക് ഈ ചൊവ്വ ശനി എന്നുള്ളൊരു ബന്ധമായിരിക്കാം. പക്ഷെ ശുക്രൻ ഒരു വലിയ പാപിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചതുരശ്ര പാപി, ചതുരശ്ര ശുക്രൻ കേന്ദ്രത്തിൽ നിന്നാൽ, ചതുരശ്ര ഭാവങ്ങളിൽ നിന്നാൽ ശുക്രൻ ഒരു ഭയങ്കര പാപിയാണ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണ് ഈ മധ്യമരജുവിനകത്ത് ഈ ശുക്രന്റെ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ടത്. അങ്ങനെ ഈ 9 നക്ഷത്രങ്ങളിൽ ജനിച്ചവർ പരസ്പരം വിവാഹം കഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അതും മരണം, അതും താലിദോഷം. ഇത് അങ്ങ് പറഞ്ഞ് പരത്തി വെച്ചിരിക്കുകയാണ്. ഈ ആൾക്കാരുടെ മനസ്സിൽ അത് ഭയങ്കര ഒരു ഭയമായിട്ട് ഭീതിയായി മാറിയിരിക്കുക. മധ്യമരജുക്കാരെ എത്രയോ ക്രിസ്ത്യൻസും എത്രയോ മുസ്ലിങ്ങളും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ബുദ്ധി വർക്കൗട്ട് ആവണം. ഒരു സ്ഥലത്ത് പോയി മധ്യമരജുവിൻ്റെ മുമ്പിൽ മുട്ട് കുത്തുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ ആൾക്കാർ മറ്റുള്ള കമ്മ്യൂണിറ്റീസിൽ കല്യാണം നടന്നിരിക്കുന്നു, അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ ഒരു 40 വർഷത്തിന് മുമ്പേ ഈ ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നോ? ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷെ ഇതൊന്നും ആരും ആലോചിച്ചിരുന്നില്ല. മധ്യമരജു എന്ന് പറഞ്ഞാൽ എന്ത് ദോഷമാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. താലിദോഷം അല്ലെങ്കിൽ വിവാഹത്തിന് വിരകം, വേർപാട്, മരണം. ഈ കാര്യം തന്നെ ഷഷ്ടാഷ്ടമത്തിനും മധ്യമരജുവിനും പിന്നെ ചൊവ്വാദോഷത്തിനും എല്ലാത്തിനുമുള്ള സംഭവങ്ങളായിട്ട് മാറി. കോമൺ വേർഡ്സ് ആണ് ഇത് 4-5. അപ്പൊ ഒരു നക്ഷത്രത്തിനെ കൊല്ലുമോ? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. ഒരു മകീര നക്ഷത്രം ഒരു പൂര നക്ഷത്രത്തിൽ ജനിച്ച ഒരാളിനെ കൊല്ലുമോ? അപ്പൊ അവരുടെ ഗ്രഹനിലയ്ക്ക് പ്രാധാന്യം ഇല്ലേ? കഴിഞ്ഞ ഒരു ദിവസം ഒരു ഹസ്ബൻഡും വൈഫും മകന് കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരിശോധിക്കാൻ വന്നിരുന്നു. ആ അമ്മ, ആ കുട്ടിയുടെ അമ്മ, മോൻ്റെ അമ്മ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥയായിട്ട് റിട്ടയർ ചെയ്തു. അച്ഛൻ അതേപോലെ ഒരു വലിയ ഫേമിലായിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല, റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ്. മകൻ്റെ കല്യാണം നടക്കുന്നില്ല. എന്തോ ഒരു മധ്യമരജു എന്ന് പറയുന്ന ഒരു ദോഷമാണ് മാഡം പറയുന്നത്, അങ്ങനെയൊക്കെ മകീര നക്ഷത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഞാൻ ഇതെല്ലാം നോക്കി ഞാൻ പറഞ്ഞു, ഒന്നും നോക്കണ്ട മാം, ഒരു ഗ്രഹനില മാത്രം നോക്കുക. ഏത് നക്ഷത്രം, ഇപ്പം നക്ഷത്രങ്ങൾ ഇത്രയും ചേരത്തില്ല എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതങ്ങ് വെട്ടിയിട്ട് ഇതൊന്നും നോക്കണ്ട, ഗ്രഹനില മാത്രം നോക്കുക എന്ന് പറഞ്ഞു വിട്ടു. പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, എന്തായാലും ഞങ്ങൾ വന്നേലേ, ഞങ്ങളുടെയും കൂടെ ഗ്രഹനില. അവർ ഡൽഹിയിലായിരുന്നു, ഫുള്ള് സെറ്റിൽ അവിടെ ആയിരുന്നു, ഇവിടെ നാട്ടിലായിരുന്നു ജോലി. എവിടെ ആയപ്പോൾ അവിടെ പോയി, പിന്നെ നാട്ടിലേക്ക് വന്നു ഇപ്പം. അപ്പം ഞങ്ങളെയും കൂടെ ഒന്ന് നോക്കിയേരെന്ന് പറഞ്ഞിട്ട് 2 പേരുടെയും ഗ്രഹനില തന്നപ്പം ആ മാഡത്തിൻ്റെ ഉത്രട്ടാതി നക്ഷത്രവും ഹസ്ബൻഡിൻ്റെ മകീര നക്ഷത്രവും. അപ്പം ഞാൻ ചോദിച്ചു, മാഡം ഇത്രയും വർഷം, എത്ര വർഷം നിങ്ങൾ ആയി കല്യാണം കഴിച്ചിട്ട്? അത് 40 വർഷത്തോളമായി.
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ല, ഒരു വിഷയം. കുട്ടി ഒരു മൂത്ത മകള് ഇന്നതാണ്, പേരക്കുട്ടി ഇന്നത് ചെയ്യുന്നു, ഇവൻ്റെ മാത്രമേ ഉള്ളൂ നടക്കാത്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെയും മധ്യമരജു ആണല്ലോ നക്ഷത്രം. ആണോ? അപ്പോഴാണ് അവരറിയുന്നത്. മനസ്സിലായി? അപ്പം മധ്യമരജു എന്ന് പറഞ്ഞ ഒരു ദോഷത്തിനെ മനുഷ്യനെ പറ്റിക്കാനും പേടിപ്പിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമല്ലാതെ മധ്യമരജുവിൽ വിവാഹിതരായാൽ സന്താനങ്ങൾ ഉണ്ടാകത്തില്ല. ആ രജു ദോഷത്തിന് തന്നെ പല കാറ്റഗറി തിരിച്ചിട്ട് പഞ്ചവർഗ വേദത്തിൽപ്പെടുത്തി ഘടിവേദം, ഖണ്ഡവേദം എന്നൊക്കെ പറഞ്ഞിട്ട് ഉദര സംബന്ധമായ അസുഖം വരും, കഴുത്ത് സംബന്ധമായ അസുഖം വരും. ഈ കഴുത്തിന്റെ അസുഖം എന്താ? തൂങ്ങി മരിക്കും. ഉദരം എന്താ? കുട്ടികൾ ഉണ്ടാകത്തില്ല. ഘടിവേദം, ഖണ്ഡവേദം, പാദവേദം, ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽ തിരിച്ച് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു എന്ത് വെച്ചാൽ ദോഷങ്ങൾ വിശ്വസിക്കാൻ ആൾക്കാർ കൂടുന്നതനുസരിച്ച് ദോഷങ്ങൾ ഉത്ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഫാക്റ്റ്. ഇത് വളരെ മുൻപ് മുതലേ ആൾക്കാരുടെ മനസ്സിനകത്ത് കിടക്കുന്നൊരു സംഭവമാണ് മധ്യമരജു എന്ത്. എനിക്കിത് ചോദിച്ചാൽ ആര് പറഞ്ഞു തരും? പലരുടെയും ചോദിക്കുമ്പോൾ വളരെ ക്ലാരിറ്റി ഇല്ല. ഇത് തന്നെ വളരെ വ്യക്തതയായി. കാരണം ഇതിനകത്ത് മധ്യമരജു ഉള്ള ഒരാൾ ഇതിൻ്റെ പരിഹാരത്തിന് വേണ്ടി പോകുന്നുണ്ട്. പരിഹാരത്തിന് ഒരു സെപ്പറേറ്റ് പേയ്മെന്റ് മേടിക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യകതയുണ്ടോ? ഇല്ല. എങ്ങനെയാണ് അപ്പൊ ആ നക്ഷത്രം മാറിയിട്ട് വേറൊരു നക്ഷത്രം ആകുമോ? ഞാൻ അതാ ചോദിക്കുന്നത്. അപ്പൊ ആ ദോഷം എങ്ങനെ മാറും എന്നാണ് പറയുന്നത്. പരിഹാരം അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും നമ്മുടേതായ ഒരു വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥന ഉണ്ടായാൽ പോരെ? അതല്ലേ നല്ലത്. ഇപ്പൊ ചില ജാതകങ്ങൾക്ക് ദോഷമുണ്ടെങ്കിൽ നമുക്ക് പറയാം അവർക്ക് കല്യാണം കഴിച്ചേ പറ്റൂ. ലവ് മാരേജ് ആയിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയുടെ ഗ്രഹനില കൊണ്ടുവന്ന് പേരൻസ് ചോദിച്ചോ ഇത് കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ കൊടുക്കാം. നിങ്ങൾ ഒരു വർഷത്തേക്ക് ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തിക്കോളും. മാക്സിമം ഞാൻ പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ. അത് ഞാൻ പറയാറുണ്ട്. അത് നിങ്ങളുടെ അമ്പലത്തിൽ ഏറ്റവും വിശ്വാസമുള്ള ഏത് ക്ഷേത്രമാണോ, ദേശദേവത ആരാണോ അവിടെ നടത്തിക്കൊള്ളുക എന്ന് പറയുന്ന ഒരു കാര്യം. കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ അടുത്തുള്ള അമ്പലങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളാണ് മധ്യമരജുവിനുള്ളത്. സന്തോഷം, നന്ദി, നമസ്കാരം.